നമസ്കാരം. കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് 2018 ഡിസംബർ 4 മുതൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണ് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂൾ. നിലവിൽ വിവിധ അവസ്ഥകളിലുള്ള 29 കുട്ടികളാണ് സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. SCERTയുടെ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള അക്കാദമിക് പ്രവർത്തനങ്ങളും ഡാൻസ്, പാട്ട്, യോഗ എന്നിങ്ങനെ മറ്റ് നോൺ അക്കാദമിക് പ്രവർത്തനങ്ങളും കുട്ടികൾക്ക് സഞ്ജീവനി അഗ്രി തെറാപ്പിയും നൽകി വരുന്നു. പഞ്ചതന്ത്രം കഥമറിയാമെന്ന പഞ്ചമൻ കാട്ടിന് മകളേ. പഞ്ചതന്ത്രം കഥമറിയാമെന്ന പഞ്ചമൻ കാട്ടിന് മകളേ. മകര സകിര മകര കാന്തിയോ ഓർമ്മലേ അമ്പിയാമ്പൽ നനയ്ക്കൂ വെള്ളം നമ്മുടെ നെഞ്ചിലാവേ അനുരാഗൂ വെള്ളം നമ്മുടെ നെഞ്ചിലാവേ അനുരാഗൂ വെള്ളം നമ്മുടെ നെഞ്ചിലാവേ അനുരാഗൂ വെള്ളം. സ്കൂളിലെ 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അമ്മമാർക്കും സ്വന്തം വരുമാനം കണ്ടെത്തുന്നതിന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ കനിവ് പേപ്പർ പ്രൊഡക്ട്സ് എന്ന സംരംഭവും സ്കൂളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. സ്കൂളിലെ 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അമ്മമാർക്കും സ്വന്തം വരുമാനം കണ്ടെത്തുന്നതിന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ കനിവ് പേപ്പർ പ്രൊഡക്ട്സ് എന്ന സംരംഭവും സ്കൂളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇവിടുത്തെ കുട്ടികൾക്ക് മാനസിക ഉല്ലാസത്തിനും കൃഷിയോടുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിക്കുന്നതിനുമായി സ്കൂളിന്റെ സമീപത്തായി 10 സെന്റ് സ്ഥലത്ത് ബന്ദികൃഷി ചെയ്തു. 1500ഓളം ബന്ദിത്തൈകളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചത്. നമസ്കാരം, എൻ്റെ പേര് സിമി. ഞാൻ വെളിയന്നൂർ പഞ്ചായത്ത് ബഡ് സ്കൂളിലെ ടീച്ചറാണ്. വെളിയന്നൂർ പഞ്ചായത്തിൻ്റെയും കുടുംബശ്രീയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നമ്മുടെ ഈ സ്കൂൾ പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനം, അവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ഈ ഒരു പഞ്ചായത്ത് ഇങ്ങനെ ഒരു ബഡ് സ്കൂള് ഇവിടെ തുടങ്ങിയത്. കുറെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കളും ടീച്ചറിനെ പോലെയുള്ള കുറെ അമ്മമാരുടെയും എല്ലാവരുടെയും ഒരു തുല്യ പങ്കാളിത്തത്തോടു കൂടി നമ്മുടെ വെളിയന്നൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവരുടെയും ഒന്നടങ്കമുള്ള പ്രോത്സാഹനത്തിൻ്റെയും അവരുടെ എല്ലാവരുടെയും പിന്തുണയോടും കൂടിയാണ് നമുക്ക് 2018 ഡിസംബർ മാസം 4 പൂവക്കുളത്താണ് നമ്മുടെ ഈ ഒരു സ്കൂള് പ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നീട് 2019 ജൂണിൽ നമ്മൾ കുറച്ചും കൂടി പ്രവർത്തന സൗകര്യാർത്ഥം കാഞ്ഞിരമല പകൽ വീട്ടിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് ഇപ്പോൾ നമുക്ക് 2023 ഫെബ്രുവരി 22 കൂടി നമുക്ക് സ്വന്തമായിട്ട് ബഡ് സ്കൂളിന് കെട്ടിടം ഉണ്ടായി. വളരെ നല്ല ഭൗതിക സാഹചര്യങ്ങളോട് കൂടി ഭിന്നശേഷി സൗഹാർദ്ദപരമായ നല്ലൊരു കെട്ടിടം നമുക്കുണ്ടായി. അങ്ങനെ നമ്മളിപ്പോൾ വെളിയന്നൂര് ആണ് പ്രവർത്തിച്ചിപ്പോൾ വരുന്നത്. നമ്മുടെ സ്കൂളിലെ വിവിധ അവസ്ഥകളിലുള്ള 29 കുട്ടികളാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അതിൽ സ്ഥിരമായി വരുന്ന കുട്ടികൾ ഒരു 16 കുട്ടികളാണുള്ളത്. നമുക്ക് നമ്മുടെ പ്രവർത്തന സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3:30 വരെയാണ് പ്രവർത്തന സമയം.
നമുക്ക് കഴിഞ്ഞ ജൂലൈ മാസം 3-ാം തീയതിയാണ് നമ്മളിങ്ങനെ ഒരു ബന്ദികൃഷി ഇവിടെ ആരംഭിക്കുന്നത്. കൃഷിഭവൻ, നമ്മുടെ വെളിയന്നൂർ കൃഷിഭവനിൽ നിന്നാണ് ബന്ദി തൈകൾ നമുക്ക് എത്തിച്ച് നൽകിയത്. നമ്മൾ ഈ കൃഷി ചെയ്യുന്ന ഈ ഒരു സ്ഥലം നമുക്ക് ഉടമസ്ഥൻ സൗജന്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കൃഷി ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ സൗജന്യമായിട്ട് ഈ ഒരു ഭൂമി നമുക്ക് വിട്ടു തന്നു. പിന്നെ നമ്മുടെ സ്കൂളിലെ നമ്മളെ ജീവനക്കാരും കുട്ടികളും കുട്ടികളുടെ അമ്മമാരും എല്ലാവരും ചേർന്നിട്ട് സംയുക്തമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ബന്ദികൃഷി ഇവിടെ നടത്തിയത്. നമ്മൾ 10 സെന്റ് സ്ഥലത്തിലാണ് ഈ ഒരു കൃഷി ആരംഭിച്ചിരിക്കുന്നത്. ഒരു 1500ഓളം ബന്ദി തൈകളാണ് നമ്മൾ ഇവിടെ നട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ബന്ദി കൃഷി നടുന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ നമ്മുടെ മക്കൾക്ക് അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് കേട്ട് ഒക്കെ അറിയുന്നതിലും എല്ലാം അവർക്ക് എക്സ്പീരിയൻസിലൂടെ അവർക്ക് ചെയ്ത് ആണ് നമ്മൾക്ക് അവരിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓണക്കാലവും അതിനോടനുബന്ധിച്ച് ഈ ഒരു പൂക്കളവും ഒക്കെ എല്ലാ വർഷവും നമ്മൾ ഓണാഘോഷമൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പൂവ് അത് എങ്ങനെ കിട്ടുന്നു, അതെങ്ങനെയാണ് അതിൻ്റെ പരിചരണം, അതെല്ലാം അവർ ചെയ്ത് മനസ്സിലാക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ചെയ്തത്. അപ്പോൾ അവർ തന്നെ എല്ലാ നിലം ഒരുക്കുന്നതിനും തൈകൾ നടാനും അതിനെ പരിപാലിക്കാനും വളമിടാനും എല്ലാത്തിനും അവരുടെയും കൂടി ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ എപ്പോഴും അവരിങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നതൊക്കെ വന്ന് കണ്ട് ആസ്വദിക്കാനും അവർക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം കൂടി അവർക്ക് നൽകുന്നതിനാണ് മെയിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഏർപ്പെട്ടത്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് അവർക്ക് ഇങ്ങനെ ഒരു ചെടികൾ പൂത്തുലഞ്ഞ് നിൽക്കുന്നതും അതിൻ്റെ നിറങ്ങളും ഇതിൻ്റെ ഒരു വിവിധ ഘട്ടങ്ങളും ഒക്കെ കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാനൊക്കെ ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് സാധിച്ചു. പിന്നെ ഇതിപ്പോൾ ഇതിൻ്റെ പൂത്തുലഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് കാണാനും ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മൾ ഓണത്തിനോടനുബന്ധിച്ച് ഇവിടെ നിന്ന് നമ്മൾ പൂക്കൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് നമ്മളടുത്ത് ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പോൾ ബന്ദി തൈകൾ വളർന്ന് മഞ്ഞയും ഓറഞ്ച് നിറത്തിലും ബന്ദിപ്പൂക്കൾ പൂത്തൊഴിഞ്ഞു നിൽക്കുന്ന വർണ്ണമനോഹരമായ കാഴ്ചയാണ് നൽകുന്നത്. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പയറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.